മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കൈതക്കലിൽ വർക്ക്ഷോപ്പിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചേനോളി വാരിയാർകണ്ടി അർജുനെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര കൈതക്കൽ 2-വീലർ വർക്ക്ഷോപ്പിനു നേരെ സ്ഫോടക വസ്തുവെറിഞ്ഞു. ടൈനോ ഗാരേജിനു നേരെയാണ് അക്രമം നടന്നത്. ഇന്നലെ വൈകിട്ട് 5:50ഓടെയാണ് സംഭവം. പഴയ ചേതക് സ്കൂട്ടർ റിപ്പയറിംഗിനായി കൊടുത്തിരുന്നു. നന്നാക്കി കിട്ടാഞ്ഞതാണ് അക്രമത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. 4 മണിക്ക് തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തുടർന്ന് പ്രതി ബൈക്കിലെത്തിയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഉടൻ ബൈക്കിൽ രക്ഷപ്പെട്ടു. സൗരംഗിന്റേതാണ് വർക്ക്ഷോപ്പ്. ഇന്നലെ രാത്രി പ്രതിയെന്ന് സംശയിക്കുന്ന ചേനോളി വാരിയംകണ്ടി അർജുനെ അത്തോളിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് നിന്നും ഫോറൻസിക് സയന്റിസ്റ്റ് അഷ്ന, ബോംബ് സ്ക്വാഡിലെ SI ബാബു KC, CPO സൗമിത് എന്നിവരുടെ സംഘം വർക്ക്ഷോപ്പിലെത്തി പരിശോധന നടത്തി. വർക്ക്ഷോപ്പ് സംഘടന കൈതക്കലിൽ പ്രകടനം നടത്തി. 32-കാരനായ അർജുൻ മാനസിക രോഗ ചികിത്സയിലാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സാധനത്തിൽ യാദൃശ്ചികമായുണ്ടായ സംഭവമാണ്. വർക്ക്ഷോപ്പിൽ കിട്ടാത്തൊരു സാധനം സംഘടിപ്പിച്ച് ആ വാഹനം ഓടിച്ചു കൊടുക്കാനുള്ള ആ സാധനം ഉടമയുടെ ആത്മാഭിമാനത്തെ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനമായി ഇത്തരത്തിൽ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ കിട്ടാത്തൊരു സാധനത്തെ സാധനത്തെ ഉണ്ടാക്കിയിട്ട് വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ ഒരു വാഹനം നന്നാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് സംഘടിപ്പിച്ച് നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ആ സാധനം വാഹനം നന്നാക്കി കൊടുത്ത പഴയൊരു വാഹനമാണ്. ആ വാഹനം നന്നാക്കി കൊടുക്കാത്തതിലുണ്ടായിട്ടുള്ള വിവാദത്തിൽ പുറത്താണ് വ്യക്തി ഇത്തരമൊരു സ്ഫോടനം നടത്തിയത്. പക്ഷെ അത് കരുതിക്കൂട്ടി തന്നെയാണോ എന്നൊരു സംശയിക്കേണ്ടി. കാരണം ഇത്ര ഒരു സാധനം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ സാധനത്തിന് വന്നത് എന്നുള്ളത് സംശയത്തിന് ഒരു കാരണമല്ല. ഒരു വർഷത്തിനും ഇത്ര ഒരു കാരണമൊന്നും നടക്കാൻ പാടില്ല. ഈ തല്ലുകൊണ്ട് പോലും ഒരു സ്ഥാപനത്തിന് നേരെ ഒരു അക്രമം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ വളരെ ഗൗരവകരമാണ്. വ്യാപാര വ്യവസായ സമിതി അതിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇന്ന് സംയുക്തമായ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ എക്സിക്യൂട്ടീവ് ചേർന്ന് അങ്ങനെ ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു. നന്നായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നമ്മളെ ബസ് നമ്മളെ തൊഴിലിടങ്ങൾ നമ്മൾ സുരക്ഷിതമായിരിക്കണം. അപ്പോൾ ഇവർ ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ വന്ന് ബോംബെറിയാന്നൊക്കെ പറഞ്ഞാൽ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. പക്ഷെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടാണ്. ഇതിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കുകയാണ് വ്യാപാര വ്യവസായ സമിതി കൈതക്കലി വന്നിട്ട്. അതോടൊപ്പം ഇദ്ദേഹത്തോട് എപ്പോഴും എതിരായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇയാൾക്ക് നീതി നേടിക്കൊടുക്കാൻ വ്യാപാര വ്യവസായ സമിതി എപ്പോഴും. മെഡിക്കൽ പരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.